നമ്മുടെ സർക്കാർ മൂലധന ചെലവ് എന്ന പേരിൽ കടമെടുക്കുന്ന തുകയുടെ 87% ശമ്പളം കൊടുക്കുന്നതിനും പെൻഷൻ കൊടുക്കുന്നതിനും പലിശ കൊടുക്കുന്നതിനും ഉപയോഗിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം. മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ റോഡ് നിർമ്മാണവും സ്കൂൾ നിർമ്മാണവും ആശുപത്രി നിർമ്മാണവും ഒക്കെയാണ്. എന്നാൽ അതിൽ 87% ശമ്പളവും പെൻഷനും കൊടുക്കാൻ ഉപയോഗിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ഭരണ ചെലവ് എന്ന് പറയുന്നത് 1.41 ലക്ഷം കോടിയിൽ നിന്നും 1.42 ലക്ഷം കോടിയിലേക്ക് ഒരു വർഷം കൊണ്ട് മാറി എന്ന് പറയുന്നത് മനസ്സിലാക്കാം. എന്നാൽ 13,584 കോടി രൂപ മാത്രമാണ് വികസന പദ്ധതികൾക്ക് വേണ്ടി ഇതിൽ ചെലവാക്കിയത്. ആകെ ചെലവാക്കിയ 1,42,000 കോടിയിൽ വെറും 13,584 മാത്രമാണ് വികസന പദ്ധതികൾക്ക് വേണ്ടി മുടക്കിയിരിക്കുന്നത്. ശ്രദ്ധിക്കണം, വികസന പദ്ധതികൾക്ക് കഴിഞ്ഞ വർഷത്തെ 13,996 കോടി 13,584 കോടിയായി കുറഞ്ഞു. ഭരണ ചെലവ് കൂടി, പക്ഷെ വികസനത്തിന്റെ ചെലവ് കുറഞ്ഞു. കിഫ്ബി വഴി 1,559 കോടിയും പെൻഷൻ കമ്പനി വഴി 3,128 കോടിയും ബജറ്റിൽ ഉൾപ്പെടുത്താതെ ഇക്കുറിയും കടം വാങ്ങി. നികുതി വരുമാനത്തിന് പുറമെ മദ്യത്തിനും ഇന്ധനത്തിനും സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് 1,004 കോടി ശേഖരിച്ചു. അതിൽ 575 കോടി മദ്യത്തിന്റെ 424 കോടി ഇന്ധനത്തിന്റെയുമാണ്. ഇനിയും 22,582 കോടി രൂപ കുടിശ്ശിക പിരിച്ചെടുക്കാനുണ്ട്. KSRTCയും KSEBയും വാട്ടർ അതോറിറ്റിയും ഒക്കെ കൊടുക്കാനുള്ള പണമാണിത്. ഇതാണ് ഇതുവരെ പുറത്തു വന്ന നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ ഒരു ഭയപ്പെടുത്തുന്ന കണക്ക്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിനപ്പുറത്തേക്ക് വളഞ്ഞ വഴിയിലൂടെ കേരളം വലിയ തോതിൽ കടം വാങ്ങി മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് ഡോക്ടർ BA പ്രകാശ് കൃത്യമായി പറയുന്നുണ്ട്.